പാകിസ്ഥാനെതിരെ സാക്ഷാൽ ബ്രഹ്മോസ് മിസൈൽ തന്നെ പ്രയോഗിച്ചെന്ന് വെളിപ്പെടുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാനിലെ രാത്രിയെ പകലാക്കി മാറ്റി. പാകിസ്ഥാൻ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ഭീകരരെ സഹായിക്കുന്നതിന് തുല്യമാണെന്നും ഭുജിലെ വ്യോമത്താവളത്തിൽ വെച്ച് പ്രതിരോധ മന്ത്രി പറഞ്ഞു. സേനയുടെ കരുത്തു കൂട്ടാൻ പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപ കൂടി വർദ്ധിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. റിപ്പോർട്ട്. പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ കനത്ത നാശം വിതച്ചതെങ്ങനെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാദ്യമായാണ് സാക്ഷാൽ ബ്രഹ്മോസ് തന്നെ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചെന്ന് ഇന്ത്യ വെളിപ്പെടുത്തുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസിന്റെ കരുത്തെന്തെന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന നിമിഷം. പാകിസ്ഥാന്റെ രാത്രിയെ പകൽ പോലെ കത്തിച്ചു ആ വജ്രായുധം. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നില്ല. കണ്ടത് ട്രെയിലർ മാത്രം. ഭീകരർക്കെതിരായ പോരാട്ടം ഇനിയും തുടരും. വെടിയുണ്ടയ്ക്ക് ഷെൽ മറുപടി എന്നതാണ് നയം. പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നത് അന്താരാഷ്ട്ര ഏജൻസികൾ അവസാനിപ്പിക്കണം. കാരണം സഹായം ചെന്നെത്തുന്നത് ഭീകരരുടെ കൈകളിലേക്കാണ്. കൊടും ഭീകരൻ മസൂദ് അസറിന് 14 കോടി രൂപ നൽകാൻ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. പഹൽഗാം സംഭവത്തിന് ശേഷവും IMF പാകിസ്ഥാന് സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നു. ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है. हमारे देश में एक कहावत काफी पुरानी है और वह है दिन में तारे दिखना. भारत माता की. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. 50,000 കോടി രൂപ കൂടി അധികമായി അനുവദിച്ചാൽ നിലവിലെ പ്രതിരോധ ബജറ്റ് അത് 7 ലക്ഷം കോടി കവിയും. നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക കരുത്ത് ലോകത്തിന് ബോധ്യപ്പെട്ട ദിനങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. ഭാവി മുന്നിൽ കണ്ട് എല്ലാ ഭീഷണികളെയും തോൽപ്പിക്കാനുള്ള കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് പ്രതിരോധ സേന. ഡൽഹിയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.